ആദർശത്തിൻ്റെ അപ്പോസ്തോലൻ എന്ന് സ്വയം വിശേഷിക്കുന്ന വി ഡി സതീശനെ കുറിച്ച് പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട്. അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിട്ടുള്ള ആ വീഡിയോ നിങ്ങളിൽ ഒരുപക്ഷെ പലരും കണ്ടേക്കാം. എന്നാൽ ഇന്നത് അപ്രതീക്ഷിതമായിരിക്കുകയായിരുന്നു. പലരും ആ വീഡിയോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്യുകയും ഇപ്രകാരം ഒരു വീഡിയോയെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു. പറവൂർ നിവാസികളായ സതീശന്റെ മണ്ഡലത്തിലെ ജനങ്ങൾ ITV ന്യൂസിന് ആ വീഡിയോ ഒന്നുകൂടെ അയച്ചു തരികയുണ്ടായി. ഈ വീഡിയോ ഒന്നുകൂടി പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം വി ഡി സതീശൻ എന്ന വ്യക്തിയെ നാറ്റിക്കുക, അല്ലെ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒന്നുമല്ല. കാരണം അദ്ദേഹം ഞങ്ങളുടെ ശത്രുവൊന്നുമല്ല. വി ഡി സതീശനോട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസം മാത്രമേ ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എന്ന വ്യക്തിത്വത്തോട് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പുമില്ല, വൈരാഗ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യത്തിലേക്ക് വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തെ വെറും ആരോപണങ്ങളുടെ പേരിൽ ആ പരാതിക്കാരെ നിങ്ങൾ ആരെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടോ? ആ അവന്തിക എന്ന പേരിൽ വന്ന ആ ട്രാൻസ്ജെൻഡർ ഒഴികെ ആ ഗുരുതരമായ പരാതി ഉന്നയിച്ച ആ സ്ത്രീയുടെ വികൃതമാക്കപ്പെട്ട ഒരു ശബ്ദശകലങ്ങളാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ഒരു യുവതിയുണ്ടോ എന്നറിയില്ല. അതൊരു AI നിർമ്മിതിയായ ശബ്ദമാണോ എന്നറിയില്ല. അത് എത്ര ദൈർഘ്യമുള്ള, ഏതൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത വീഡിയോ ആണെന്ന്, അതിൻ്റെ ഒറിജിനൽ വേർഷൻ എന്താണെന്ന് നമുക്കറിയില്ല. അതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നറിയില്ല. എന്നാൽ വി ഡി സതീശനെ കുറിച്ച് പ്രചരിച്ച ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു യുവതിയുണ്ട്. ആ യുവതി സ്വയമേ എടുത്ത, അവർ തന്നെ സർക്കുലേറ്റ് ചെയ്ത ഒരു വീഡിയോ ഇതാണ്. മണ്ഡലത്തിലൂടെ എല്ലാം പ്രചരിച്ച ഒരു വീഡിയോ ആണിത്. വി ഡി സതീശൻ ഇതിന് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞതായി ഇവരെ കേട്ടറിവില്ല. ഇവർ പറയുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു കൃത്യമായ മറുപടി പറഞ്ഞു എന്നറിയത്തില്ല. എന്നാൽ ഈ യുവതി ഈ ഒരു വീഡിയോയിലൂടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളൊക്കെ എത്രയോ നിസ്സാരമാണ്. ഒരു കീറിയ നിക്കറുമായി വന്ന് തന്നെ പ്രാപിച്ച വി ഡി സതീശൻ എന്ന ആദർശ ധീരനെ കുറിച്ചാണ് ഈ വീഡിയോ. അമ്മ പെങ്ങന്മാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധനായ ഈ വി ഡി സതീശൻ കീറിയ നിക്കറുമായി വന്ന് തന്നെ പ്രാപിച്ചിട്ട് പോയവനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ, ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന് നൽകുന്ന വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇയാൾ എത്രക്കാരനാണ്, ഇതുപോലുള്ള സ്ത്രീകൾ ഇയാളെ എങ്ങനെയാണ് കാണുന്നത്, നീ എന്നാടാ സതീശായ ഈ നിലയിലൊക്കെ ആയ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സതീശൻ മറക്കാൻ ശ്രമിക്കുന്ന ചില പിന്നാമ്പുറ യാഥാർത്ഥ്യങ്ങൾ ഈ സ്ത്രീയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ, വി ഡി സതീശൻ ഉറപ്പായും ഇപ്രകാരം ഒരു വീഡിയോ പുറത്തു വന്നതിനാൽ, അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഗുരുതരമായ പരാമർശങ്ങൾ വന്നതിനാൽ രാഹുലിന്റെ കാര്യത്തിൽ എടുത്ത ആ ശുഷ്കാന്തി അദ്ദേഹം കാണിക്കണം. അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ പദവി സ്വയം ഒഴിയണം, MLA സ്ഥാനം രാജിവെക്കണം, മാറി നിന്നിട്ട് ഈ സ്ത്രീ എന്തിനിങ്ങനെ പറഞ്ഞു, ആരാണ് ഈ സ്ത്രീ, ഈ സ്ത്രീയുമായി ഇത്തരത്തിലൊരു ബന്ധം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ വി ഡി സതീശൻ കേരള സമൂഹത്തോട് വെളിപ്പെടുത്തണം. ഇപ്രകാരം വെളിപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുവാൻ കാരണം രാഹുൽ വിഷയത്തിൽ ഇദ്ദേഹം ഈ കാണിച്ച ഈ അമിതാവേശവും ഈ ആത്മാർത്ഥതയും എല്ലാം വെറും കപടമാണ് എന്ന് പറവൂർക്കാർ പറയുന്നു. എവിടെ കേക്ക് കണ്ടാലും അത് നക്കാൻ പോകുന്നവനും, എവിടെ മാങ്ങ കണ്ടാലും അത് മതിൽ ചാടിക്കേറി പറിച്ച് തിന്നുന്നവനുമായ ഈ കപടൻ, ഈ കണീശനാണ് ചാരിത്ര പ്രസംഗം നടത്തുന്നത് എന്ന് കേൾക്കുമ്പോൾ ആ ഒരു വിരോധാഭാസം കേട്ടിട്ട് സഹിക്കാൻ വയ്യാതാണ് ഇപ്രകാരം ഒരു വീഡിയോ ഞങ്ങളിപ്പോൾ പുറത്തു വിടുന്നത്. ഇത് ഞങ്ങളായിട്ട് നിർമ്മിച്ചൊന്നുമല്ല, ഇത് പറവൂരിലെ ജനങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു വീഡിയോ ആണ്. സതീശൻ മറക്കാൻ ആഗ്രഹിക്കുന്ന, ഇതാരും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് തിരികെ വരാം.
നമ്മുടെ MLA VD സതീശനില്ലേ, പരമനാറി, അവനിപ്പോഴല്ലേ MLA ഇത് മാറി. അവനെ താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ കുണക്ക് എന്തധികാരം എന്നെ വേശ്യെന്ന് വിളിക്കാൻ. ഇവൻ നേതാവ് അവിടേന് മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. ഷടി അണ്ടർയോർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെയും ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവനെന്തു മാനിയനെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാറി ചേറ്റ. അവനും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പൊ അമ്മമാര് നല്ല മാന്യനായിട്ട് ആ താരകന്റെ കയ്യിലും കൊടുത്ത പുണ്ണകട്. അവനിപ്പോ വലിയ ആളാ വീണ. വലിയ പറവൂര് കൊറേ ഊളാച്ചി കാര്യത്തികളുണ്ട്, നായരിച്ചികൾ. ഇവിളൊക്കെയാണ് ഇവനെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത്. മൂറി എടാ നിനക്കൊക്കെ നാണൂലേടാ. നീയൊക്കെ MLA ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേടാ കുണ്ണകളെ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ. ഇപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളോടി. നീയൊക്കെ വെള്ളവും അടിക്കണത് പെണ്ണ് കൊടുത്തോ ഉണ്ട്. MLA ഓഫീസിൽ പെണ്ണ് പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണണതും എല്ലാവർക്കും അറിയാടാ പൂറന്മാരെ. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഇതിന്റെ 4-1 പറഞ്ഞു ആരെങ്കിലും? ഇതൊരു യുവതി തന്നെ നേരിട്ട് വന്ന് പറയുകയാണ്, ലോകത്തോട് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പാർട്ടി ഓഫീസിലടക്കം പെണ്ണുപിടുത്തമാണെന്നും കീറിയ നിക്കറുമായി വന്ന ഇദ്ദേഹത്തിന്റെ ചെയ്തികളുമെല്ലാം, ഇദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഇദ്ദേഹത്തെ നന്നായി അറിയാവുന്ന ഇദ്ദേഹത്തിന്റെ പഴയൊരു കൂട്ടുകാരി എന്ന് വെളിപ്പെടുത്തുന്ന ഒരു യുവതിയുടെ വെളിപ്പെടുത്തലാണ്. MLA ആയി കഴിഞ്ഞപ്പോൾ ആ സ്നേഹമൊന്നുമില്ല, ഉപേക്ഷിച്ചു എന്നാണ് ഇവർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഒരു അശരീരി കേട്ടു എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെപ്പിച്ച, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം തന്നെ സസ്പെൻഡ് ചെയ്ത ആ VD സതീശൻ ഇതിനൊരു മറുപടി പറയണം. ഈ സ്ത്രീ ഇപ്രകാരം പറഞ്ഞത് സത്യമാണോ? എന്തുകൊണ്ട് ഈ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു? ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഈ സ്ത്രീ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു വെളിപ്പെടുത്തൽ നടത്തുവാൻ കാരണം എന്താണ്? നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത് എങ്ങനെയാണ്? ഇതുപോലെ സദാചാര വിരുദ്ധമായ ഒരു ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു താങ്കൾ, ഇപ്പോഴും അത് തുടരുന്നുവോ? ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പറവൂർ സതീശൻ എങ്ങനെ നടന്നാലും എവിടെയൊക്കെ പോയാലും ആരുടെയൊക്കെ അടുത്ത് പോയാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചു, പക്ഷേ താങ്കൾ ഇന്നൊരു പ്രതിപക്ഷ നേതാവാണ്, ഷാഡോ ചീഫ് മിനിസ്റ്റർ. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഷാഡോ ചീഫ് മിനിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും വലിയൊരു പദവി വഹിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും ഒരു വലിയ പദവി തന്നെ, സംസ്ഥാന പദവി തന്നെ വഹിക്കുന്ന താങ്കൾ ഇപ്രകാരം ഒരു വ്യക്തിയായിരുന്നു ഇന്ന് ജനങ്ങളോട് തുറന്നു പറയേണ്ട ബാധ്യത താങ്കൾക്കുണ്ട്. കാരണം ഇത് പലരും വിസ്മൃതിയിൽ കളഞ്ഞ ഒരു സംഭവമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആദർശത്തിൻ്റെ അപ്പോസ്തോലനായി സ്വയം വിരാജിക്കുന്ന താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു വ്യക്തിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിൽ ഇപ്രകാരം ഒരു നടപടിയെടുത്തു. പരാതിയില്ല എന്നും രജിസ്റ്റർ ചെയ്ത കേസില്ല എന്നും MLA സ്ഥാനം രാജിവെപ്പിക്കേണ്ട എന്നും നിങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ ഇത്തരം കന്നന്തെരിവുകൾ കാണിക്കുകയും ചെയ്ത ആ അർത്ഥശൂന്യത, ആ വിരോധാഭാസം കാണുമ്പോൾ ഇത് ചോദിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഞങ്ങളിത് ചോദിക്കുവാൻ കാരണം പറവൂരിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇപ്രകാരം ഒരു വീഡിയോ ഞങ്ങൾ വീണ്ടും നൽകുന്നതും ഇതിനൊരു വിശദീകരണം താങ്കളിൽ നിന്നും ആവശ്യപ്പെടുന്നതും. അങ്ങനെ അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം, ചെന്നിത്തല, രമേശും KC വേണുഗോപാലും അടക്കമുള്ളവർ ഇത് കാണണം. ഇതിൽ ഒരു മറുപടി പറഞ്ഞ് അദ്ദേഹം ഇത്തരം ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് സ്വയം രാജിവെച്ച് മാറി നിന്ന് ഇതിനൊരു വിശദീകരണം നൽകണമെന്നും പറയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കും, നിന്റെയൊക്കെ വായിൽ അണ്ണാക്കിൽ പഴമാണോ നേതാക്കന്മാരെ എന്ന്. ഇത് സതീശന്റെ മാത്രം അവസ്ഥയല്ല. ഇതുപോലെ ഇവന്മാർ കാണിച്ചു കൊടുത്ത പേക്കൂത്തുകൾ
കുടിച്ച് മുള്ളി മൂക്ക് കുത്തി ഉതുപ്പ് മുണ്ടുമിട്ട് പോയി പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയ കഥകൾ വരും ദിവസങ്ങളിൽ ജനങ്ങൾ പുറത്തുവിടും. ഇതിന് കൂടെ പോയ പ്രവർത്തകർ തന്നെ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തും. കാരണം നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നിന്നെയൊന്നും ഉപദ്രവിക്കേണ്ട നേതാക്കന്മാരല്ലേ, രക്ഷപ്പെട്ടു പൊക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്ന ആ പ്രവർത്തകരെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് നിങ്ങളൊരു പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവിനെ നിങ്ങൾ ഒന്നു ചേർന്ന് യാതൊരു കാര്യവുമില്ലാതെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു. അതിനുള്ള മറുപടി നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ പറയണം. ഒരുപക്ഷെ ഞാൻ ജയിലിലായേക്കാം. കാരണം തൻ്റെ ഇഷ്ടക്കാരനായ പിണറായിയുടെ ചുണ്ണിക്കുട്ടൻ പറവൂർ സതീശനെ അപകീർത്തിപ്പെടുത്തിയേ എന്നും പറഞ്ഞ് ഒരുപക്ഷെ ഞാൻ ജയിലിലാക്കാം. മലരാന്നുള്ള പാട്ടും പാടി ഞാൻ പോകും ജയിലിൽ, മലരാണെന്നും പറഞ്ഞു. കാരണം ഇത്രയുമെങ്കിലും എനിക്ക് ചോദിക്കാനും പറയാനും പറ്റിയല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ ഏത് നടപടികളും ഫേസ് ചെയ്യും. പക്ഷേ ഈ ഒരു വീഡിയോ, ഇതിനൊരു മറുപടി സതീശ നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതുപോലുള്ള പല കേക്ക് മുറിക്കലുകളുടെയും പല വീഞ്ഞു കുടിക്കലുകളുടെയും പല മാങ്ങാത്തീറ്റിക്കഥകളുടെയും കഥകൾ വരുവാൻ കിടക്കുന്നതേ ഉള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.